ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ ഒരു എന്താ പറയുക, എന്തെങ്കിലും കണ്ട് കിളി പോയിരിക്കുന്ന പറയുന്ന അവസ്ഥയിലാണ് അല്ലേ. നമ്മൾ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ സിലബസ് കണ്ട് കിളി പോയിരിക്കുന്ന അവസ്ഥയിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ് കിളി പോയിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഒരു കേരള ബാങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വിജ്ഞാപനം, അവിടെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞൊരു വലിയ തസ്തികയിലേക്കുള്ള പോസ്റ്റ് വരുന്നു. അവിടെ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ കോർപ്പറേഷനോ അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടൊരു സിലബസ് വരുന്നു. പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആ പ്രതീക്ഷയുടെ മുകളിൽ എല്ലാം കൂടി വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് PSC എന്ത് വരുന്നത്, ഒരു പുതിയ സിലബസ്, അപ്ഡേറ്റഡ് സിലബസ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അവതരിപ്പിച്ചു തരുന്നത്. എന്താണ്, ഡിഗ്രി മെയിൻസുമായിട്ടും പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പലരും അതിൽ നിരാശരാണ്. സാധാരണ രീതിയിൽ എന്താണ്, അത്തരം ഒരു സിലബസ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടെങ്കിലും കോർപ്പറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് സബ്ജക്ട് ഉണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മൾ തീർച്ചയായിട്ടും കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ ഒരു അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് ലോയിലെ കുറിച്ചും കോപ്പറേറ്റീവ് റെഗുലേഷൻസിനെ കുറിച്ച് അറിയാതെ എങ്ങനെ ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലിരിക്കുന്ന ചോദ്യം എല്ലായിടത്തും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സിലബസ് PSC അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിലബസിനെതിരെ ഇപ്പോൾ അറിയാം, പലവരും നിയമ യുദ്ധങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്, ഒരുപാട് പേര് അതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ റിസൾട്ട് എന്തായി തീരുമെന്നോ അതിന്റെ അന്തിമ ഫലം എന്തായി തീരുമെന്നോ നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു അപ്ഡേറ്റഡ് സിലബസ് കിട്ടിക്കഴിഞ്ഞ് ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും, ഒരു മനുഷ്യനെന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശയുണ്ടാവും. പക്ഷെ അങ്ങനെ നിരാശയോടെ നോക്കിയിരുന്നത് കൊണ്ട് എന്തില്ല, നമുക്കെല്ലാം ഇപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ നിരാശയോടെ ഇരുന്നു, അപ്പൊ അപ്പുറത്തെ ആൾ നിരാശയോടെ ഇരിക്കും, അപ്പൊ എല്ലാവരും നിരാശയോടെ ഇരിക്കും. അപ്പൊ ആരും എക്സാം എഴുതില്ല എന്നാണോ? അല്ല, എക്സാം എഴുതേണ്ട ഒരു എക്സാം എഴുതുക തന്നെ ചെയ്യും. അവർക്ക് എന്തല്ല, ഈ നിരാശകളൊക്കെ മാറ്റിവെച്ച് അവരെന്ത് ചെയ്യും, ഇനി വന്ന സിലബസ് ഇതാണെങ്കിൽ ആ സിലബസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, ആ സിലബസിനെ എങ്ങനെ പഠിച്ചുകൊണ്ടുവരാം എന്നുള്ള അവർ ശ്രദ്ധിക്കുക. അല്ലെ, നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമുക്കൊരു സിലബസ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമുക്കറിയാം, കേരള ബാങ്കിൽ നടക്കുന്ന ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള സിലബസോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എക്സാം നടന്നതിന്റെ ഒരു ധാരണ ഒന്നും നമുക്ക് വെച്ച് പറയാം. കാരണം ഇതിനു മുമ്പ് നടന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും അല്ലെങ്കിൽ അതുപോലെ പണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്ന എക്സാമുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിൽ പറയാൻ പറ്റൂ. പക്ഷേ അതിന് ഈ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ നമുക്കറിയാം, ജനറൽ ഡിഗ്രിക്കാരെ വിളിച്ച് അവിടെ 60% മാർക്ക് വെച്ചപ്പോൾ തന്നെ എന്താണ് നമുക്കറിയാം, അതുപോലെ ഏജ് ലിമിറ്റ് വെച്ചപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ തന്നെ ഒരുപാട് വിവാദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായത്. കാരണം വളരെ പ്രശ്നമാണ്. കാരണം 28 വയസ്സെന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ വെച്ചു, 60% മാർക്ക് എന്നുള്ള നിബന്ധനയൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം വരികയാണ്. അപ്പോൾ അതുപോലെ എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാവുന്ന ഒരു കാര്യം, സഹകരണ മേഖല എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റായിട്ട് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിനെ മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഒരു അപ്ഡേറ്റഡ് വന്നൊരു സിലബസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് PSCയുമായിട്ട് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സിലബസ് ആണ് ലഭിച്ചത്. അപ്പൊ അങ്ങനെ സിലബസ് ലഭിച്ച നമ്മൾ ഈ സിലബസ് മാറിയെന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ, അല്ലെങ്കിൽ ഈ സിലബസ് മാറിയോണ്ട് ഞാൻ ഈ എക്സാം എഴുതില്ല എന്ന് തീരുമാനിച്ചെടുത്താൽ നഷ്ട മാർക്ക് മാത്രമാണ് നമുക്ക് മാത്രം. കാരണം ഇത് എഴുതേണ്ട ഒരു എക്സാം എഴുതുകയും ചെയ്യും, അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യും, ലിസ്റ്റിൽ വരികയും ചെയ്യും, അവർ മാർക്ക് മേടിച്ചിട്ട് അവിടെ. കാരണം എന്താണ്, നമ്മുടെ മുമ്പിൽ സിലബസ് മാറുമെന്നോ നമുക്ക് ചെയ്യാനുള്ള ഈ സിലബസ് മാറ്റാൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ, പഠിക്കുക എന്നുള്ളത്. അപ്പൊ ആ പഠനത്തിന് എൻട്രി നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം LDക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു PSC വിങ് ഉണ്ട്. നമുക്കറിയാം, പ്രദീപ് മുഖത്തിലെ സാറും സുജേഷ് പുറക്കാട് സാറൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഡെഡിക്കേറ്റഡ് വിങ് PSCക്ക് ഉണ്ട്. അപ്പൊ ഓൾറെഡി അവർ ഒരുപാട് പേരെ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസിലൂടെയും ഡിഗ്രി മെയിൻസിലൂടെയൊക്കെ കടത്തിവിട്ടുള്ള, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ ഗൈഡൻസിലേക്ക് നിങ്ങൾക്ക് എത്തുന്ന എന്താണ്, നിങ്ങൾക്ക് കൃത്യമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, കോപ്പറേറ്റീവ് ബാങ്കിങ്ങും ഇങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വിചാരിച്ചു നിങ്ങൾ കോഴ്സുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒന്നും പ്രശ്നമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു അപ്ഡേറ്റഡ് സിലബസ് ലഭിച്ചു കഴിഞ്ഞാൽ ആ അപ്ഡേറ്റഡ് സിലബസിനെ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണ്, ആ സിലബസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്സുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ആ എക്സ്പേർട്സ് ആരോടൊപ്പം ഉണ്ട്, എന്നോടൊപ്പം ഉണ്ട്. പ്രദീപ് മുഖത്തിലെ സാറും സുജയ് പ്രകാശ് സാറും അങ്ങനെ നിരവധിയായിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ ആ സേവനം നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ഈ സിലബസിനെ ഓർത്ത് പരിതപിച്ചിരിക്കാതെ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഒഴിവുകളുണ്ട്, ഏകദേശം സൊസൈറ്റി കാറ്റഗറി അടക്കം ഏകദേശം 200ഓളം ഒഴിവുകൾ വരുന്നു. ആ 200ഓളം ഒഴിവുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഉള്ളവർ തന്നെയല്ലേ അത് ആ എക്സാമുകൾ, ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും നമ്മുടെ ഒപ്പം ഉള്ളവർ തന്നെയാണ് എക്സാം എഴുതുന്നതും വിജയിക്കുന്നതും റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ജോലി ലഭിക്കുന്നതും ഒക്കെ നമ്മുടെ ഇടയിലുള്ളവരാണ്. അല്ല നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് തന്നെ ലഭിക്കുന്നത്, അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളവർക്കൊന്നും അല്ല ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത്. നമ്മളെ പോലെ സാധാരണ കഴിവ് അവരെന്ത് ചെയ്യുന്നു, കുറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, കുറച്ചധികം സമയം പഠിക്കുന്നുണ്ടായിരിക്കും, കുറച്ചധികം സമയം അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. നമ്മളെന്താണ്, നമുക്ക് റിസൾട്ട് മാത്രമേ പ്രശ്നമുള്ളൂ
കൊണ്ടുവന്ന് അതിനുവേണ്ടി പരിശ്രമം, തീർച്ചയായിട്ടും ആ പരിശ്രമം വേണം, ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അപ്ഡേറ്റഡ് സിലബസ് ലഭിച്ചൊരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തുടങ്ങണം. നമ്മൾ പരിഭവിച്ചിരുന്നാൽ, നമ്മൾ അതിന് വിഷമിച്ചിരുന്നാൽ, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന നഷ്ടം നമുക്ക് മാത്രമാണ് ആത്യന്തികമായി, അല്ലേ? നമുക്കൊരു ജോലി ലഭിച്ചാൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ സുരക്ഷിതമാക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിൽ വേണ്ടാന്ന് വെക്കുമ്പോഴും ഈ നഷ്ടം നമ്മളെ ചുറ്റുപാടുള്ളവരും മനുഷ്യർക്കും നമുക്കും മാത്രമാണെന്നുള്ള മനസ്സിലാക്കാം. അപ്പൊ അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ എന്തൊക്കെ സാധിക്കുമോ അവിടെ അപ്ഡേറ്റഡ് സിലബസ് കൃത്യമായി മനസ്സിലാക്കുക, ആ സിലബസ് എങ്ങനെയാണെന്ന് പഠിക്കാൻ മനസ്സിലാക്കുക, ആ സിലബസിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് അധ്യാപകരുടെ സേവനം കിട്ടുന്നുണ്ട് ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പോൾ പല ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവലാതി ഉണ്ടാവും, ഒരു മാറി വന്നൊരു സിലബസ്. തീർച്ചയായിട്ടും അത് എല്ലാവരും ഉണ്ടാവും, പഠിക്കുന്ന അധ്യാപകർക്കുണ്ടായിരിക്കും, വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കും, മറ്റെല്ലാവർക്കും. ഇപ്പൊ നിലവിൽ സൊസൈറ്റി കാറ്റഗറിയിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. അവരെന്താണ് പറയുന്നത്, അപ്പോൾ ഓൾറെഡി സൊസൈറ്റി കാറ്റഗറിയിൽ നിന്നൊക്കെ വന്ന് എക്സാം എഴുതാൻ പോകുന്ന ഏകദേശം 50 ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അവർക്കും ഈ എക്സാമിനേഷനാണ് എഴുതേണ്ടത്, ഈ സിലബസ് ആണ് അവർക്കും പഠിക്കേണ്ടത്. അപ്പോൾ ഇത്തരം സിലബസുകൾ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ആ സിലബസ് പഠിക്കുക, അത് കൃത്യമായി ചെയ്യുക. അതിന്റെ നിങ്ങളുടെ ആ ഓരോ ശ്രമങ്ങൾക്കൊപ്പം ആരുണ്ടായിരിക്കും, എൻട്രി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും എന്താണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്, ഒരുപാട് വർഷമായി ഇവിടെ നിലനിൽക്കുന്ന പ്രൂവ് ചെയ്യപ്പെട്ടുള്ള ഒരുപാട് എക്സ്പെർട്ട് ആയിട്ടുള്ള മികച്ച അധ്യാപകരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് എൻട്രി ഒരു ഉറപ്പ് പറയാനുള്ള ഒരു ധൈര്യം, ആ ഒരു ഉറപ്പ് വരാൻ പറ്റുന്ന കാര്യം എന്താണ്, അത്രയും മികച്ചൊരു ടീം നമ്മുടെ കയ്യിൽ ഉണ്ടതുകൊണ്ടാണ് ആ ഒരു ഉറപ്പ് തരാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. കേരള ബാങ്കിന്റെ സിലബസ് ഇങ്ങനെ മാറിപ്പോകുന്ന, അസിസ്റ്റന്റ് മാനേജർ സിലബസ് മാറിപ്പോകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. അത് മാത്രമല്ല, കേരള ബാങ്കിൽ ഏറ്റവും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ക്ലർക്ക് ക്യാഷ് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, ഒരു സിലബസ് നമുക്ക് തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിച്ചിട്ട് കേരള ബാങ്കിന്റെ എക്സാമുകളൊന്നും പിൻവലിയേണ്ട ആവശ്യമില്ല, കേരള ബാങ്കിന്റെ സിലബസ് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ സിലബസ് മൊത്തം കവർ ചെയ്തുകൊണ്ട്, ആ സിലബസ് മുഴുവൻ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ എൻട്രി എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ പുതിയ അപ്ഡേറ്റഡ് തസ്തികയിലേക്കുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ വിഷമമൊക്കെ മാറ്റിവെച്ച് വളരെ സന്തോഷമായി, വളരെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് മിനിറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വിജയത്തിനൊപ്പം ആരുണ്ടായിരിക്കും, എൻട്രി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ വേണ്ടാന്ന് വെക്കരുത്, തുടർന്നുകൊണ്ടിരിക്കുക. ആ പരിശ്രമം എപ്പോഴും ആരുണ്ടായിരിക്കും, എൻട്രി ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.